ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പട്ടാമ്പി വീട്ടിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ. ഇപ്പൊ നമ്മളെ പുതിയ വീട്ടിലാണ്. നമ്മളിവിടെ വന്നിട്ട് നമ്മളെ ഷൈത്താനും മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ പോകുന്നതുകൊണ്ട് വാപ്പാനെയും ഉമ്മാനെയും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ജാസ്മി കുട്ടിനെ ആണെങ്കിലും സുലൂനെ ആണെങ്കിലും രജിത്താനാണെങ്കിലും ഒന്നും ഇക്ക മീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. എവിടെ ആരുടെ വീട്ടിലൊന്നും പോയിട്ടില്ല. ഷൈത്താന്റെ വീട്ടിൽ മാത്രം ഞങ്ങൾ വീട്ടിൽ പോകുന്ന വഴിക്കന്ന് അങ്ങനെ പോയതാണ്. അപ്പൊ എന്തായാലും ഇന്ന് എല്ലാരും മീറ്റ് ചെയ്യുന്ന ദിവസമാണ്. ഞങ്ങൾ ഇന്നലെ നൈറ്റാണ് കേട്ടോ ഇവിടെ വന്നത്. എന്നിട്ട് ഞങ്ങൾ എന്തായാലും ഇന്ന് എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ ഒന്ന് ആഘോഷിച്ച് ഇന്ന് നൈറ്റല്ല, നാളെ ഞങ്ങൾ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകും. സ്കൂളില്ലാത്തപ്പം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാമല്ലോ. പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങൾ ഫുൾ ഓട്ടം തന്നെ, ഓൾമോസ്റ്റ് 1 month ആവാറായിക്കെ വന്നിട്ട്. പക്ഷെ ഫുൾ അങ്ങോട്ടും ഒക്കെ പോവാണ്. എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുക്കാറില്ല. ഒരു മാസത്തിലൊരു 8-9 വീഡിയോസ് ആണ് മാക്സിമം നമ്മൾ ചെയ്യാറുള്ളത്. അപ്പൊ അതിൽ കൂടുതലും ചെയ്യാൻ കഴിയുള്ളൂ. കാരണം വീട്ടിലും ആൾക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് കുറെ സമയം അവരെ കൂടി സ്പെൻഡ് ചെയ്യും. അപ്പൊ എല്ലാതൊന്നും കണ്ടന്റാക്കി ഇടാറില്ല. ഞാൻ എന്റെ ഡ്രസ്സ് കാണിച്ചു തരാം. ഞാൻ ഓണത്തിന് വേറൊരു ഡ്രസ്സാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഫിറ്റ് ആയില്ല. അതൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചത്. പക്ഷെ അത് സ്യൂട്ട് ആയില്ല. അല്ലെങ്കിൽ വേറൊരു ഡ്രസ്സ് ഉണ്ട്. ഏകദേശം എന്തായാലും ഓണം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഒരു ഓണത്തിന് എന്തെങ്കിലും വൈബൊക്കെ വേണമല്ലോ. അപ്പം ഞാൻ ഇത് കുറച്ച് മുന്നേ സ്റ്റുഡിയോന്ന് എടുത്തൊരു പാൻറ്റാണ് കേട്ടോ. ഇത് ഒരു പലാസ പോലത്തെ ഞാൻ ഓണം മുന്നിൽ കണ്ടുകൊണ്ട് എടുത്തൊരു ആയിരുന്നു. ഓണത്തിന് സമയത്തുള്ള വീഡിയോയിലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ ലൈനിൽ പോകുന്ന ഒരു പലാസോ പോലത്തെ സ്കേർട്ടാണ്. ഇതിലൊക്കെ ഒരു വൈറ്റ് ജസ്റ്റ് ഒരു ടോപ്പും പിന്നെ ഇങ്ങനത്തെ ഒരു മൾട്ടി കളറായിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിന്റ് ഉള്ളൊരു ലോങ് കോട്ടും അങ്ങനെ ഉദ്ദേശിച്ചു. അങ്ങനെ ഒരു കോമ്പിനേഷൻ തോന്നി, അങ്ങനെ എടുത്തതാണ്. അപ്പൊ അതൊക്കെയാണ്. ഇനി വേറെ കുറച്ച് സാധനങ്ങൾ ഇന്ന് പർച്ചേസ് ചെയ്യാനുണ്ട്. വീട്ടിലും കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ വേഗം എന്തെങ്കിലും തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കി കുട്ടികളൊക്കെ സെറ്റ് ആക്കട്ടെ. എന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് പട്ടാമ്പി വീട്ടിൽ പോകാം. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് ജാസ്തി കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഇപ്രാവശ്യം ഓണസദ്യ എന്തായാലും ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടി പോവാണ് കേട്ടോ. അതിന് മുന്നേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ ആരും സ്കിപ്പ് ചെയ്യണ്ട. കാരണം എന്നോട് നിരന്തരമായിട്ടുള്ളൊരു കമന്റിൽ ചോദിക്കുന്ന കാര്യം, ഇൻസ്റ്റഗ്രാമിലും അതെ, ഈ ഡാർക്ക് സ്പോട്ടും അതുപോലെ ഇങ്ങനെ കുരുക്കൾ വന്ന പാടുകൾ, പിമ്പിൾസ് വന്ന പാടൊക്കെ പോകാൻ എന്തെങ്കിലും റെമഡി ചോദിക്കാറുണ്ട്. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു പിമ്പിൾസ് വരുന്ന ഒരു ഫേസ് അല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ബ്ലാക്ക് സ്പോട്ട്സ് ഒന്നും അങ്ങനെ എന്റെ മുഖത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. എന്നാലും നല്ല നല്ല പ്രോഡക്റ്റുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാറുണ്ട്. പക്ഷെ ഇപ്പൊ ഈ അടുത്തായിട്ട് നമ്മുടെ ഈ എൻഗേജ്മെന്റും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേ ഫുള്ള് അതിന്റെ ഓട്ടവും വെയിലത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ള് യാത്രയായിരുന്നു. അപ്പൊ മുഖത്ത് അത്യാവശ്യം കുറച്ച് കുരുക്കളൊക്കെ വരുന്നത്. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ് കേട്ടോ ഡാർക്ക് സ്പോട്ട്സ് വരാൻ വേണ്ടിയിട്ട്. ചിലർക്ക് അഗ്നിയുടെ സ്കാർസ് ആവാം, ഇനിയിപ്പോൾ ഓവറായിട്ടുള്ള സൺ എക്സ്പോഷർ കൊണ്ടാവാം, ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാവാം, ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങളാണ്. എന്തൊക്കെയാണല്ലോ അതൊക്കെ മാറ്റി ഒരു ക്ലിയർ സ്കിൻ, ഒരു ഇന്നർ ഗ്ലോ കൊണ്ടുവരിക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണല്ലോ അല്ലെ. അപ്പൊ ഞാനിങ്ങനെ എന്താ ഡാർക്ക് സ്പോട്ടിന് ചെയ്യാന്ന് അപ്പോഴാണ് ശരിക്കും ഞാൻ സെർച്ച്. അപ്പൊ ഷൈത്ത് യൂസ് ചെയ്തിരുന്ന ഒരു ഹിമാലയയുടെ ഒരു ടർമറിക് സെറം ഉണ്ടായിരുന്നു. ഷൈത്തന്റെ വീട്ടിൽ കണ്ടുണ്ടാവും പലരും. അപ്പൊ ഞാൻ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കഴിഞ്ഞൊരു 1-2 ആഴ്ചയായിട്ട് ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. നല്ല അടിപൊളി സാധനം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വേണ്ടി പുതിയ പാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ കേട്ടോ വന്നത്. ഇതിലുള്ള ബോക്സ് ഒക്കെ ആകെ നാശമായിട്ട് ഏകദേശം ബോട്ടിൽ കഴിയാറായിരുന്നു. അപ്പം ഇത് ഞാൻ പുതിയത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വാങ്ങിച്ചത്. ഡാർക്ക് സ്പോട്ട്സിനെ റിമൂവ് ചെയ്യാൻ മാത്രമല്ല, ഇതിൽ 10% ഗ്ലൈക്കോലിക് ആസിഡും 2% നയാസിനമൈഡും ഉണ്ട്. അപ്പൊ നമ്മുടെ സ്കിന്നിനൊന്ന് ഈവൻ ടോൺ ആക്കാനും ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടിൽ വരുന്നത് കേട്ടോ. ഈ ഒരു സെറം ടൈപ്പ്. ഇപ്പൊ ഞാൻ എന്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടിലും അതുപോലെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടിലും രണ്ടിലും ഞാൻ ഉപയോഗിക്കുന്ന സെറം ഈ ഒരു സെറാണ് കേട്ടോ. കാരണം ഇതിന് മുന്നേ ഞാൻ നയാസിനമൈഡിന്റെ സെറാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഇതിലാണെങ്കിൽ നയാസിനമൈഡും ഗ്ലൈക്കോലിക് ആസിഡും ഉള്ളതുകൊണ്ട് ഈ സെറം അടിപൊളിയാണ്. പിന്നെ മാത്രമല്ല ഇത് അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് സൺസ്ക്രീനോ ഈവൻ മേക്കപ്പ് ചെയ്താൽ പോലും ഒരു കുഴപ്പമില്ല. കാരണം തരാം ഇത് പെട്ടെന്ന് സ്കിന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് യൂസ് ചെയ്യാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഫേസ് സെറം ഉണ്ടാക്കിയിട്ടുള്ളത് 100% ഓർഗാനിക് ആയിട്ടുള്ള സ്വാരസ ടർമറിക് എക്സ്ട്രാക്ട് കൊണ്ടാണ്. പിന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വിസിബിൾ ആയിട്ടുള്ള റേഡിയൻ ഗ്ലോ കിട്ടും സ്കിന്നിന്. എന്റെ ന്യൂ ബോട്ടിലാണ്. അപ്പൊ ഞാനിത് ഇതിന് ഒരു 2-3 ഡ്രോപ്സ് മതി. ഓക്കെ, ജസ്റ്റ് സ്കിന്നിലേക്ക് ഞാൻ ഇതുപോലെ 2-3 ഡ്രോപ്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സൺ എക്സ്പോഷർ ഇല്ലാത്ത സ്ഥലത്ത് വേണം കേട്ടോ അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, ജസ്റ്റ് ഒരു ഡാർക്ക് സ്പേസിൽ വെച്ചാൽ മതി. ഇനി ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഡാബ് ചെയ്തിട്ടാണ്, ഇങ്ങനെ മസാജ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ ഡാർക്ക് സ്പോട്ട് റിമൂവ് ചെയ്യാൻ മാത്രമല്ല
ഇത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഈവൻ ടോൺ ആക്കും, ഒന്ന് ബ്രൈറ്റൻ ചെയ്യും കേട്ടോ. എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കി നോക്കും കേട്ടോ. ഡാർക്ക് സ്പോട്സിന്റെയും അൺഈവൻ സ്കിൻ ടോണിന്റെ ഒക്കെ പ്രശ്നമുള്ളവര്, കാരണം എന്തായാലും കുറച്ച് ദിവസങ്ങളിൽ നല്ല വിസിബിൾ ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഹിമാലയയുടെ ഒരു ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ഫേസ് സെറം നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും പിന്നെ നമ്മുടെ ഹിമാലയന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. മാത്രമല്ല നിങ്ങൾ ഇന്ന് തന്നെ ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് 30% വരെ ഓഫും കിട്ടും. അപ്പൊ ആരും അടിക്കണ്ട, എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ ഒരു ബോട്ടിൽ ഓർഡർ ചെയ്തോട്ടോ. ഇതിപ്പോ എന്റെ ഫേവറേറ്റ് സെറായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും റെഡി ആയിട്ട് വേഗം പോവാം. ഒന്ന് ഡ്രസ്സും കൂടി ചേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, നീ പോയിട്ട് കുറേ പർച്ചേസിംഗ് ഉണ്ട്. ഒരു സൺസ്ക്രീൻ കൂടി അപ്ലൈ ചെയ്യട്ടെ. ഓക്കെ, ചായ കുടിച്ചിരുന്നാ മതി, പോണ്ടേ? നമ്മളിത് എപ്പം തന്നെ പോവാണ്. ആദ്യം കുറച്ച് പർച്ചേസിന് പോവാണ്ട് എന്നിട്ട് പോവാം. ഞാൻ അപ്പം തന്നെ കുട്ടികളൊക്കെ കൂട്ടി റെഡി ആവട്ടെ. ഓക്കെ, ഇന്ന് എല്ലാവരും കാണണ്ടേ? ഇന്ന് ജാസ്മിൻ കുട്ടിനെ കാണണം, നെജിത്തനെ കാണണം, സുലു ഉണ്ടാവും. കാണേണ്ട ആവശ്യമില്ല. ഇന്ന് എല്ലാവരും ഒരു കുടക്കീഴിലുണ്ടാവും. ഓക്കെ, അപ്പൊ കണ്ടിന്യൂ. ഓ, സണ്ണിയുടെ മഴക്കാലത്ത് സണ്ണിന്റെ പൊന്നോ, ചില്ലറ സണ്ണിയൊന്നുമല്ല, ഉരുകി പോകുന്നു. നല്ല ചൂടും കാരണതാ, വിയർത്തൊലിക്കുന്ന ചൂടാണ് കേട്ടോ. അപ്പോഴേ ഞങ്ങൾ ഇനി ഒന്ന് ആദ്യം പട്ടായപ്പോ വീട്ടിൽ പോകാം. ഒന്ന് പെട്ടെന്ന് കുഞ്ഞു ഷോപ്പിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാൻ. ജാസ്മിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാണ്, മഴ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. കാരണം സദ്യ ഉണ്ടാക്കി തന്നാൽ പിന്നെ ഒന്നിനും നേരം ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം ഓണസദ്യ വാങ്ങിക്കുകയാണ്. വിശാലടിച്ചിതാണ് ഓണസദ്യ. നേരെ നല്ല വൈകി, പക്ഷെ ഞങ്ങൾക്ക് പേടില്ലാത്ത പറയും സദ്യ നമ്മളെ കഴിക്കലൊക്കെ. സദ്യ വിദ്യല്ല, നമ്മളെ കൂട്ടത്തിൽ ഭക്ഷണം ആയില്ല. ഞങ്ങൾ വെയിലത്ത് ഇങ്ങനെ പോയി ഓരോന്ന് വാങ്ങിച്ച് ഇന്ന് ഫുള്ള് യാത്രയായി. ഇന്നാണ് കൊടുക്കത്തെ ചൂടും. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങള്, രാവിലെ വെറുതെ ഒരു ചായ കുടിച്ചതാണ്. ഇനി വീട്ടിൽ പോയിട്ടില്ലേക്കാ? ലേഡീസൊക്കെ ഒരുങ്ങി തുടങ്ങി. ഞാൻ നോക്കുമ്പോ ജാസ്മിനൊക്കെ വീഡിയോ കോൾ വിളിച്ചപ്പോഴും നല്ല ഒരുക്കം. നീയൊക്കെ പൊട്ടിയടി ആരംഭിച്ചില്ലായിരുന്നു. ഞങ്ങള് പോയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കഴിച്ച് ഫ്രഷ് ആയിട്ട് സദ്യ കഴിക്കാം. നമുക്ക് എന്തായാലും നോക്കട്ടെ. അമ്മിക്കുട്ടിക്കും വായിഷൂട്ടിക്കും കുറച്ച് മുല്ലപ്പൂ കൂടി വാങ്ങണം. ഇവിടെ ഉണ്ടോ എന്നുണ്ടല്ലേ? ആ, അത് മതി. അപ്പം നമ്മളങ്ങനെ മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ടോ? ഒന്ന് കുട്ടികൾ മുല്ലപ്പൂ വെച്ചിട്ടോ. കുട്ടികൾക്ക് വരുന്ന സെലിബ്രേഷനാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മള് ഇന്നലെ പോയപ്പോൾ കണ്ടു ഓലിപ്പിടുക്ക് ഇറങ്ങാൻ പോയി. എന്നാലും അളിയനെ ഈസൂട്ട് പറഞ്ഞിട്ടേക്കാ അളിയനക്ക് വഴി കിട്ടിയത്. അസൂട്ടാ, ആരെങ്കിലും സദ്യ ഒന്ന് കൊണ്ടുപോകാൻ വരുവോ? ഉണ്ണിട്ടാ, വണ്ടിയിലിരുന്ന് സദ്യ എന്തുണ്ടോ വേഗം അധികം കേട്ടോ. മമ്മൂട്ടി സർപ്രൈസ് തരാണ്ട് വന്നായിരുന്നു. അതെ, ഓണത്തിന് കാച്ചുള്ളാണ്. പണ്ടത്തെ ഞങ്ങള് പണ്ടേ കേട്ടതാണ്. അതെ, ഈ സദ്യ വേവേറും ചോറൊക്കെ. അല്ല, ഈസൂട്ടനാണോ വഴി പറഞ്ഞത്? വാപ്പ മാപ്പ് വരച്ചു തന്നു. അപ്പൊ പിന്നെ വാപ്പ ഇങ്ങനെ ഫസ്റ്റിൽ ഇങ്ങനെ കേറിയിട്ട് ഒരു 2 റോഡുണ്ട്. കേറിയപ്പോഴത്തേന് തന്നെ 2 റോഡിന് കയറി. അപ്പൊ ഇത് പറഞ്ഞു ഈ റോഡല്ല നമ്മളെ വീട് പോണത്, ഇതാണ്. അപ്പൊ ഫസ്റ്റ് കട്ട് വാപ്പാന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, ചെറിയ റോഡ്. പിന്നെ എന്തായി കഴിഞ്ഞോ? ഐറ്റംസുകളൊക്കെ കൊടുക്കുന്നുണ്ടോ? ഞങ്ങളായിട്ട് സദ്യ കൊടുത്തില്ല. സദ്യ നമ്മളോട് കൊടുന്നു, കയ്യോടൊന്ന് കൊടുന്നു. എവിടെ എനിക്ക് ഞങ്ങളെ വല്ല ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ലേ? ഞങ്ങള് സദ്യ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാരും ഒരുങ്ങി തുടങ്ങിയോ? ആ, ഒന്നും പറയണ്ട, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഓടിക്കുന്നതാണ്. 1 മണിക്ക് 4 മണിക്കൊക്കെ വന്നാൽ എങ്ങനെ സംഗതി നടക്കാം? 10-15 മണിക്ക് വരണേ പരിപാടി. ഇവിടെ നമ്മളെ പെണ്ണുങ്ങളൊക്കെ എല്ലാവരും ഭക്ഷണം വരും. കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ എനിക്ക് ഓടിക്കൊണ്ടിയാണ്. ഇന്ന് ഓടി മുങ്ങിയാണ്. ഹലോ വന്നിട്ടുണ്ടോ? ഹലോ, അയ്യോട്ടൊരു പരിചയം. അപ്പൊ ഹായ് പിന്നെ മേടിക്കാം. ഹലോ പറഞ്ഞ
ശബരിമല ഒരു ബ്ലാക്ക് നോക്കാം. എന്റെ ഓണം ഔട്ട്ഫിറ്റ് കാണിച്ചു. ഓണം ഔട്ട്ഫിറ്റ് നല്ല കേട്ടോ, ടൈൽ ഉണ്ടായിരുന്നു. ഇല്ല ഇക്കേ അപ്പത്തിനെ ഫോട്ടോഗ്രാഫർമാരെ കണ്ടാ പിന്നെ ഇക്ക നിർത്തൂല. തലങ്ങും മെലങ്ങും ഫോട്ടോ എടുക്കും. അപ്പൊ ഷെഫ്റ്റിന്റെ കിട്ടിയപ്പോ നല്ല ഫോട്ടോ എടുപ്പായിരുന്നു കാറ് കളിക്കുക. അപ്പൊ ഞങ്ങൾ അങ്ങനെ വന്ന് എന്തായാലും കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും ഏകദേശം ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കലാന്ന് അടുത്തുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഒരു സദ്യ ഞങ്ങൾ വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്കിനി ഫുഡ് വിളമ്പോ. ഇനി ടീഷർട്ട് നോക്കട്ടെ. ഹാപ്പി ആണോ? ഒരു വള കാണിക്കൂ. ചുറ്റുവള തലക്ക് തീ പിടിച്ചിട്ടുണ്ട് ഏകദേശമൊക്കെ. അത്ര സന്തോഷം ഇല്ല. കാതുകുത്ത് കഴിഞ്ഞെന്ന് വിചാരിച്ചു പെട്ടെന്ന് നമ്മളോട് പറയാതെ. അതാ ഹായ് ഫ്രണ്ട്സ് കേട്ടപ്പോ തന്നെ മനസ്സിലായി ഏതായിരുന്നു ഹായ് ഫ്രണ്ട്സ്. എങ്ങനെ എന്താ അവിടെ പറഞ്ഞു എടുപ്പിച്ചത് പറയേയില്ല. അമ്മായിന്റെ അഭിനയായിരുന്നു. ഓണസദ്യ വിളമ്പ് തുടങ്ങി ലെറ്റ്സ് ഗോ. ഓണസദ്യ വിളമ്പിക്കൊണ്ടിരിക്കുക. നമ്മൾ കൂപ്പറിന് കൊല്ലും. ഇങ്ങോട്ടിട്ടാലും കമന്റ്സ് വരും. ഭാഷ കുറച്ച് എക്സ്ട്രാ തൈരൊക്കെ വന്നിട്ടുണ്ട്. തൈര് കൂട്ടി നമ്മളെ കുറച്ച് സ്പൂൺ ഓണാണെങ്കിലും ഓണത്തിന് സംക്രാന്തി എന്താണെങ്കിലും ഞമ്മക്ക് വെടിവെപ്പുണ്ട്. ഷെഫ്കുട്ടാ നമ്മളന്ന് പറഞ്ഞില്ലേ ടോപ്പിക് കൂടെ കണ്ടേ അത് വിയർപ്പായിട്ട് തുടച്ച് കന്നഡ തരുന്നുണ്ട്. സദ്യ വിളമ്പാന് പണ്ടാളിന് മുന്നിലായിരുന്നു. ഇപ്പൊ ആ നേരത്ത് കുഞ്ഞിനെ നോക്കാം. എന്നാ പോരെങ്കിൽ സദ്യ കഴിക്കാം. വീട്ടിലോട്ടോ അപ്പൊ ചീത്ത അറിയില്ലെങ്കിൽ എടുക്കാം. പേടിച്ചിക്ക ഇക്ക സദ്യക്ക് വിളമ്പി ആകെ വിയർത്ത അവശനായിട്ടിരിക്കുന്നു. അപ്പോൾ മോനാണെങ്കിൽ വാപ്പ പറയും അയച്ചൊക്കടന്റെ തുണിന്ന്. പക്ഷെ മരുവനായതുകൊണ്ട് ഒന്നും പറയില്ല. ജീൻസിന്റെ ഇക്കാകെ വിയർത്ത. പിന്നെ ഭക്ഷണം കഴിക്കാൻ താഴെ ഇരിക്കണമെങ്കിൽ തുണി മസ്റ്റാ. ഞങ്ങൾ ഡാഡിന്റെ തുണി അടിച്ചു മാറ്റി. ഇപ്പം തണുത്തില്ലേ അടുത്ത് വിയർത്തിക്കരുതേ. ഓക്കെ ലെറ്റ്സ് ഗോ. നീ എന്നത് വാപ്പടന്ന് ചീത്തയാക്കട്ടെ കേട്ടോ. നനക്ക് അതുകൊണ്ട് വാപ്പന്റെ തുണി അടിച്ചു മാറ്റി. പട്ടാളക്കാരുടെ ഭക്ഷണം സദ്യ കൊണ്ട് ഫോട്ടോസ് ഒക്കെ കിട്ടിയോ? എന്താ ഇല്ലുമിനാട്ടിയോ? കൂലങ്കർഷമായി ചർച്ച. അതും ക്യാമറ നോക്കി ഫുൾ ചർച്ച ക്യാമറ നോക്കി. ഫോട്ടോ വളരെ കണ്ട ആസ്വദിച്ചു. നിങ്ങളൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേ കൂടണയോ? വരീട്ടോ. അപ്പോഴേ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഓരോ സ്ഥലത്തിരുന്ന് വിശ്രമിക്കുകയാണ്. ഷൈത്ത യാമിക്കുട്ടിനെ ഉറക്കാൻ പോയി കേട്ടോ. ഷെഫ്കുട്ടുണ്ടെങ്കിൽ എന്തിനാ പുറത്തോട്ട് കുറച്ച് കഴിയുമ്പത്തിന് വരും. പിന്നെ ഞങ്ങളൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ചെറിയ ഉറങ്ങുന്നില്ല, സംസാരിച്ചൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ അത് കാണിച്ചു. രജിത്ത് എന്താ ബോളിംഗ് പായസം കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. അപ്പം ആ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. തൽക്കാലത്തേക്ക് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ബോബു വന്നിരിക്കുകയാണ് ഗൈസ്. തുറന്നു കൊടുക്കാം അല്ലേ? നിന്റെ രണ്ടാമത്തെ മോൻ വന്നിട്ടുണ്ട്.
കുറച്ച് ചെറിയ ഡോറിന്റെ അവിടെ നിന്നിട്ടോ കരയുന്നു. യാമിക്കുട്ടിന് ഉറക്കം. അപ്പൊ ഗുഡ് ഈവനിങ്. ഞങ്ങളെല്ലാരും ഒന്ന് റെസ്റ്റ് ചെയ്ത് എണീറ്റു. ഉറങ്ങിയിട്ടൊന്നുമില്ല അല്ലേ? ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ചെയ്ത് എണീറ്റു. അപ്പൊ ഇനി ഞാൻ ഹാപ്പി ഓണാനെ കാണില്ല. ഹാപ്പി ഓണം കാണിച്ചോട്ടെ. ഓണം കഴിഞ്ഞ് സ്കൂൾ തുറക്കാറായി. ആ അതെ. അപ്പൊ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോ കുറച്ച് ഫോട്ടോസ് റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഉറങ്ങി എനിക്കൊന്നുകൂടി ഫ്രഷ് ആയതാണ് അല്ലേ? അതേ ഡ്രസ്സ് തന്നെ ഫ്രഷ് ആയതാണ് കേട്ടോ. ചുറ്റുകൂടി കാണിച്ചു തരാം. എന്തായാലും ഇന്ന് നൈറ്റ് ഞങ്ങൾ ഉണ്ട്. നാളെയാണ് ഞങ്ങൾ പോവുള്ളൂ അല്ലേ? ഓക്കെ, ബാക്കി ലിസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. You triples? Oh my god. ബോളി പായസം എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ അല്ല അതന്നെ. എങ്ങനെയുണ്ട്? സൂപ്പർ. എന്റെ എടുക്കട്ടെ വേഗം. ഇതിങ്ങനെ കണ്ടുകിടല്ല ഇതിന് കഴിച്ചിട്ടില്ലേ? അംഗസംഖ്യ കൂടുതലായതുകൊണ്ടേ പീസ് പീസായി കഴിച്ച. ഞങ്ങൾ രാത്രി ഫുഡ് കഴിച്ചിട്ട് ഇരിക്കുന്നപ്പോ ഇതാ വീണ്ടും എന്തൊക്കെയോ കഴിക്കും. അല്ലാ മൊജിത്ത് ഗ്രാൻഡാണല്ലോടാ. ഈ ബാക്കില് പൈസ കൂടുതൽ പോകണ്ടപ്പോ കണ്ടന്റ് ആക്കട്ടെ പിന്നെ ക്യാമറ ഓണാക്കിയോ പെരേന്ന് ഉണ്ടാക്കി കോഴിമുട്ട കോഴിമുട്ടെന്നോള്